അച്ഛാ, അന്ന് അച്ഛൻ പറഞ്ഞില്ലേ ലൈവ് കുർബാനയെ പറ്റി? അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു. എന്തുട്ടാ? അപ്പൊ കുർബാന കാണാൻ പറ്റാത്ത സമയത്ത് നമ്മൾ എന്തിട്ട് ചെയ്യാ? അരൂപിക്കടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണം നടത്തണം. വിശുദ്ധ കൊച്ചു തെരേസ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കാതെയും ദിവ്യബലിയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അരൂപിക്കടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് ഏറ്റവും ഉചിതമായ ഭക്താഭ്യാസമാണ്. കൊറോണ സമയത്ത് ചെയ്തതല്ലേ? അതന്നെ. അതെങ്ങനെ ചെയ്യാ? തീക്ഷ്ണമായ ആഗ്രഹത്തോടും ആഴമേറിയ വിശ്വാസത്തോടും കൂടെ അരൂപിയിൽ ഈശോയെ സ്വീകരിക്കുന്നതാണ് ഇത്. ആ പ്രാർത്ഥന എനിക്കറിയാം, കാണാപ്പാടായി. അപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കുർബാനയ്ക്ക് പോവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ശരിക്കൊന്ന് ആലോചിച്ചോളാം. ചില കാര്യങ്ങളൊന്ന് നേരത്തെ ചെയ്താലും മാറ്റിവെച്ചാലോ ഉറങ്ങാനുള്ള സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റുമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നതും, സ്കൂളിൽ പോകുന്ന സമയത്തും ജോലിക്ക് പോകുന്ന സമയത്തും ഈ പറയുന്ന എക്സ്ക്യൂസുകളൊന്നും കാണാറില്ല എന്നതും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അപ്പം ഇന്നത്തെ വചനം പഠിക്കാം. വിശുദ്ധ പൗലോസ് റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-14 തിരുവചനം: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്.